ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ന്യൂട്രിമിക്സ് പൗഡർ, അതായത് അമൃതം പൊടി വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കിണ്ണത്തപ്പമാണ്. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് അമൃതം പൊടിയാണ് എടുത്തിരിക്കുന്നത്. ധാരാളം പോഷകങ്ങൾ അടങ്ങി വളരെ ഹെൽത്തി ആയിട്ടുള്ള പൗഡറാണ്. ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് 1/4 കപ്പ്, അതായത് 1 അച്ച ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമ്മൾ ഉരുക്കിയെടുത്തതാണ്. ഇനി ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി 1/2 കപ്പ് കുക്കഡ് റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് 3 ഏലക്കയുടെ കാമ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം. ഈ ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ പോരാത്തത് നമ്മൾ വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. ആദ്യം ശർക്കര ചേർത്തൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരയാൻ കുറച്ച് വെള്ളം കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. ഈ ശർക്കര ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. കാരണം ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ഈ ന്യൂട്രിമിക്സ് പൗഡറിൽ അത്യാവശ്യം മധുരം അടങ്ങിയതാണ്. അരച്ചു വെച്ചിരിക്കുന്ന ഈ അമൃത മിക്സ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് സമയം നമ്മൾ പുളിക്കാനായിട്ട് വെക്കുന്നില്ല. ഇതിവിടെ നമ്മൾ കിണ്ണത്തപ്പമല്ലേ തയ്യാറാക്കുന്നത്. ഇനി ഒരുപാട് സമയം പുളിപ്പിച്ചെടുക്കാനുള്ളതാണെങ്കിൽ നമ്മൾ വലിയൊരു അത്യാവശ്യം വിസ്താരമുള്ളൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അമൃത മിക്സ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മാവ് 1 മിനിറ്റ് സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മാവ് അത്യാവശ്യം ഒന്ന് പൊങ്ങി നല്ല പ്ലഫി ആയിട്ട് കിട്ടും. ഇത് ഒരുപാട് സമയം നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നില്ല. ഞാനിവിടെ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി മൂടി വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഏകദേശം 1 മണിക്കൂറോളമായി. മാവ് അല്പം ഒന്ന് പൊങ്ങിയ പരുവത്തിലായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വട്ടയപ്പത്തിന് റെഡിയാക്കുന്നത് പോലെ ഒരുപാട് അങ്ങ് പുളിച്ച് പൊങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഈ 1 മണിക്കൂർ വെച്ചപ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അമൃതം പൊടി ആയതുകൊണ്ടാണ് അങ്ങനെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട്. ഇതൊന്ന് ലൂസാക്കാനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഇത്രയും തിക്നെസ് നമ്മുടെ മാവിന് ആവശ്യമില്ല. ഏകദേശം ഒരു ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ കിണ്ണത്തപ്പം തയ്യാറാക്കുന്നത് ഇതുപോലൊരു പ്ലേറ്റിലാണ്. ഇനി ഈ പാത്രത്തിൽ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും നെയ്യ് തടകി ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട്. ഈ നെയ്ക്ക് പകരം ബട്ടറോ ഏതെങ്കിലും കുക്കിംഗ് ഓയിലോ തടകിയെടുത്താലും മതിയാകും കേട്ടോ. കാരണം ഈ പാത്രത്തിൽ നിന്ന് നമ്മുടെ കിണ്ണത്തപ്പം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് കോരി ഒഴിച്ചു കൊടുക്കാം. അമൃതം മിക്സ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ അധികം കനത്തിൽ നമ്മൾ ഉണ്ടാക്കാറില്ല. വളരെ കനം കുറച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത്. പാത്രത്തിൻ്റെ പകുതി ഭാഗത്തോളം മാവ് കോരി ഒഴിച്ചു. അതിനുശേഷം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പൊട്ടിപ്പോകാൻ വേണ്ടിയാണ്. ഈ സമയം കൊണ്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ചൂടാകാനായിട്ട് വെച്ചിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ട് ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ തട്ട് ഇതിലേക്ക് ഇറക്കി വെക്കാം. തുടക്കത്തിൽ ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് കുറച്ച് സമയം കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം 10 to 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റിന് ശേഷം തുറന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 1/4 വേവ് ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിലേക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാഷ്യൂ നട്ട്സും മുന്തിരിയൊക്കെ ഇട്ട്. അത് നിർബന്ധമില്ല. ഇത് ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഒന്ന് കളർഫുൾ ആകാൻ വേണ്ടി ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം കാഷ്യൂ നട്ട്സ് വെച്ച് കൊടുത്തു. പിന്നെ കറുത്ത മുന്തിരി വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് പഴയതുപോലെ തന്നെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം. ഇനി ഫ്ലെയിം കുറച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത്. ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അടുപ്പിൽ നിന്നും വെള്ളം ഇതിലേക്ക് വീണിട്ട് വട്ടയപ്പം കിണ്ണത്തപ്പമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല എന്ന്. ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് അതിലെ അടപ്പിലെ വെള്ളമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ കിണ്ണത്തപ്പത്തിൻ്റെ തട്ട് പുറത്തേക്ക് മാറ്റുന്നുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം കേട്ടോ ഈ പാത്രത്തിൽ നിന്ന് കിണ്ണത്തപ്പം സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഈ കിണ്ണത്തപ്പം നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് കിണ്ണത്തപ്പത്തിൻ്റെ സൈഡൊക്കെ പാത്രത്തിൽ നിന്നും ചെറുതായിട്ടൊന്ന് വിട്ടു വരുന്ന പരുവത്തിലായി കിട്ടും. ആ സമയത്ത് കത്തി കൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു തവി കൊണ്ടോ ഒന്നുകൂടി ഇതുപോലെ ഒന്ന് ഓടിച്ചു കൊടുക്കാം.
അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്നും വിട്ട് കിട്ടും. ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ട് ഇതുപോലൊന്ന് കമത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കിണ്ണത്തപ്പം സെപ്പറേറ്റായി കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പാത്രത്തിൽ പിടിച്ചിട്ടില്ല. അങ്ങനെ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അമൃതം പൊടി വെച്ചുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് വെടിഞ്ഞ് കീറുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ തയ്യാറാക്കി എടുത്താൽ. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ അമൃതം പൊടി വെച്ചിട്ട് കുറേ റെസിപ്പികളൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി കയറി കണ്ടേക്കണേ. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള കിണ്ണത്തപ്പമാണ്. എല്ലാവരും ഇതേ രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.